ഒരു പെണ്ണും പാവം പൂച്ചയും. പണ്ടൊരു പെണ്ണ് ഒരു പൂച്ചയെ വളർത്തിയിരുന്നു. വളരെ ക്രൂരമായിട്ടാണ് അവൾ അതിനോട് പെരുമാറിയിരുന്നത്. ഒരു നാൾ മുഹമ്മദ് നബി ആ ദുഷ്ടയുടെ കഥ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവൾ ആ പൂച്ചയെ നിർഭയം ദ്രോഹിച്ചിരുന്നു. ആഹാരം പോലും ശരിക്കും കൊടുത്തിരുന്നില്ല. പ്രവാചകൻ തുടർന്നു, ഇതുകാരണം ആ പൂച്ച മെലിഞ്ഞു മെലിഞ്ഞു വന്നു. അതിന്റെ രോമമെല്ലാം കൊഴിഞ്ഞു തുടങ്ങി. പൂച്ചയുടെ ഉടമസ്ഥ ഒരു മുൻകോപിയുമായിരുന്നു. ദേഷ്യം വരുമ്പോഴെല്ലാം അവൾ ആ പൂച്ചയെ ഉമ്മറത്തേക്ക് തൂക്കിയെറിയും. കൊടും തണുപ്പുള്ള രാത്രികളിൽ പാവം പൂച്ച പലപ്പോഴും തെരുവിൽ നട്ടം തിരിയേണ്ടി വന്നു. ക്രമേണ പൂച്ച യജമാനത്തിയെ കണ്ടാൽ പേടിച്ചു വിറക്കാൻ തുടങ്ങി. അവളുടെ നിഴൽ കണ്ടാൽ മതി, സാധു ഭയന്ന് നിലവിളിച്ച് വല്ല മേശക്കടിയിലും പോയി ഒളിക്കും. ഈ പെണ്ണിന്റെ അയൽവാസികൾക്കൊന്നും ഈ പ്രവൃത്തി തീരെ ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ഒരു അയൽക്കാരൻ അവളെ കാണാൻ ചെന്നു. നിങ്ങൾ ആ പൂച്ചയോട് കടും കൈയാണ് ചെയ്യുന്നത്, അയാൾ പറഞ്ഞു. നമ്മളെപ്പോലെ തന്നെ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയല്ലേ അതും. നിങ്ങൾ അവിടുന്ന് പോകുന്നുണ്ടോ മനുഷ്യ? ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്റെ പൂച്ചയോട് ഞാൻ തോന്നിയ പോലെ പെരുമാറും, അതിന് നിങ്ങൾക്കെന്തു ഛേദം? അയൽക്കാരന് വളരെ ദുഃഖം തോന്നി. അയാൾ ആ ദുഷ്ടയിൽ നിന്ന് പൂച്ചയെ രക്ഷിക്കാനുള്ള വഴി എന്തെന്ന് ചിന്തിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രിയാവാൻ കാത്തിരുന്നു.